ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റും ഇന്ന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോഷ്യൽ ആനിമലാണ് നായകൾ അഥവാ ഡൊമസ്റ്റിക് ഡോഗ്സ്. ഡോഗ്സിനെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇന്ന് നമുക്ക് അവരെങ്ങനെ പരിണമിച്ചിന്നി കാണുന്ന രീതിയിലായതെന്നും ഡോഗ്സിനെ കുറിച്ച് നിങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളും നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തുടങ്ങാം. കാനിയസ് ലാപ്പസ് ഫെമിനിയാലിസ് എന്നാണ് ഡോഗ്സിൻ്റെ ശാസ്ത്രീയ നാമം. ചെന്നായ്ക്കളിൽ നിന്നും പരിണമിച്ചുണ്ടായവരാണ് നമ്മൾ ഈ കാണുന്ന ഡൊമസ്റ്റിക് ഡോഗ്സ്. കാനിഡേ ഫാമിലിയിൽപ്പെട്ടവരാണ് നായകൾ. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പാണ് ചെന്നായ്ക്കളിൽ നിന്നും നായകൾ പരിണമിച്ചിട്ടുണ്ടായതെന്ന് കരുതപ്പെടുന്നു. 35 സ്പീഷീസിൽപ്പെടുന്ന ഡോഗ്സും ഈ കാനിഡേ ഫാമിലിയിൽപ്പെട്ടവരാണ്. ആദ്യകാലത്തെ മനുഷ്യർ ചില ചെന്നായ്ക്കൾക്ക് മറ്റുള്ള മൃഗങ്ങളെ പോലെ അത്ര അക്രമകാരികളല്ലെന്ന് കണ്ടുപിടിക്കുകയും മറ്റുള്ള മൃഗങ്ങളെക്കാൾ ചെന്നായ്ക്കൾ ഇണങ്ങുകയും ചെയ്യുന്നു എന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് നായകൾ മനുഷ്യൻ്റെ ഒരു സഹചാരിയായിട്ട് മാറുന്നത്. ആദ്യകാലം മുതലേ തന്നെ ഹണ്ടിങ്ങിനും ഗാർഡിങ്ങിനും പ്രൊട്ടക്ഷനും മനുഷ്യനൊരു കമ്പാനിയനായിട്ട് പോലും നായകളെ ഉപയോഗിച്ചു വരുന്നു. മറ്റുള്ള മൃഗങ്ങളെക്കാൾ വലുപ്പക്കുറവും ബുദ്ധിയും നായ്ക്കൾക്കുള്ളതുകൊണ്ട് കാലക്രമേണ മനുഷ്യൻ നായകളെ ക്രോസ് ബ്രീഡ് ചെയ്യിപ്പിക്കുകയും പലതരം ബ്രീഡ്സിലുള്ള നായകൾ ഉണ്ടാവുകയും ചെയ്തു. ഡോഗ്സിന് മാത്രം കണ്ടുവരുന്ന ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് സെൻസ് ഓഫ് സ്മെൽ എന്ന് പറയുന്നത്. നമ്മുടെ മൂക്കിലെ നാസ ദ്വാരത്തിനുള്ളിൽ സ്മെൽസ് തിരിച്ചറിയാനായിട്ട് ഏകദേശം 10 മുതൽ 20 മില്യൺ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് കണ്ടുവരുന്നുണ്ട്. എന്നാൽ നായ്ക്കളിൽ ഇത് 300 മില്യൺ ആണ്. അപ്പോൾ തന്നെ എത്രമാത്രം സ്ട്രോങ് ആണ് അവരുടെ സ്മെല്ലിംഗ് എബിലിറ്റി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കുറ്റാന്വേഷണങ്ങളിൽ നായകളെ ഉപയോഗിക്കുന്നതും. നായകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട കഴിവാണ് കേൾവിശക്തി. ഏകദേശം 40 ഹെഡ്സ് മുതൽ 60,000 ഹെഡ്സ് വരെയുള്ള ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയാൻ നായകൾക്കാവും. മനുഷ്യനിൽ ഇത് വെറും 20,000 ഹെഡ്സ് വരെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നായകളെ പ്രൊട്ടക്ഷനും വാച്ച് ഡോഗ് ആയിട്ടും ഒക്കെ ഉപയോഗിച്ചു വരുന്നത്. വളരെ ചെറിയ ഇലകളുടെ അനക്കം പോലും തിരിച്ചറിയാൻ നായകൾക്കാവും. വളർത്തു നായ്ക്കൾ വീട്ടിലെ മറ്റംഗങ്ങളെ ഫാമിലിയിലെ ആളുകളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നായകളുടെ ബ്രെയിൻ വളരെ വേഗത്തിൽ മനുഷ്യൻ്റെ ശബ്ദത്തോട് റിയാക്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നായ്ക്കളെ കൃത്യമായ ട്രെയിനിങ് നൽകി നമുക്ക് ഉപയോഗിക്കാനാവുന്നത്. ലോകമെമ്പാടും ഏകദേശം 340ഓളം ഡോഗ് ബ്രീഡ്സ് ഉണ്ട്. ഇതിൽ ഓരോ ബ്രീഡുകൾക്കും ഹിയറിങ്ങിലും ഹണ്ടിങ്ങിലും ഗാർഡിങ്ങിലും എല്ലാം വ്യത്യാസങ്ങൾ കാണാനാവും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജർമ്മൻ ഷിപ്പിയർഡ് ഡോഗിനെ കൂടുതലായും പോലീസ് ഡോഗ്സ് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. അതേസമയം ഗോൾഡൻ റിട്രീവർ പോലുള്ള ബ്രീഡുകളെ ഒരു കമ്പാനിയനായിട്ടാണ് മനുഷ്യർ വളർത്തുന്നത്. എന്തുകൊണ്ടാണ് നായകൾ ഇത്രയും മനുഷ്യനുമായി ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബ്രെയിനിൽ എമ്പതിയും ട്രസ്റ്റും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള മൂഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. നായ്ക്കളുമായി മനുഷ്യൻ ഇടപെടുമ്പോൾ മനുഷ്യൻ്റെ ബ്രെയിനിലും അതേപോലെ തന്നെ നായകളുടെ തലച്ചോറിലും ഓക്സിറ്റോസിൻ റിലീസ് കണ്ടുവരുന്നു. ഇത് വളരെ കാലം നായ്ക്കൾക്ക് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് വളർത്തു നായ്ക്കളോട് മനുഷ്യൻ ഇത്രയും സ്നേഹം കാണിക്കുന്നത്. മനുഷ്യരുമായി നായ്കൾ ഇത്രയും ബന്ധം കാണിക്കുന്നതിൻ്റെ മറ്റൊരു കാരണമാണ് മനുഷ്യർ നായയിൽ നടത്തിയ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. പണ്ടുകാലം മുതലേ തന്നെ മനുഷ്യരോട് അടുത്ത് നിൽക്കുന്ന നായകളെ വീണ്ടും സെലക്റ്റീവായിട്ട് ബ്രീഡിംഗ് നടത്തി മനുഷ്യൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള നായകളെ വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് നായകൾ മനുഷ്യരോട് ഇത്രയും കൂട്ടായിട്ട് നിൽക്കുന്നത്. ഇനി നായകളുടെ കുറച്ച് പവറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. മനുഷ്യർ വികസിപ്പിച്ചെടുത്ത ഡോഗ് ബ്രീഡുകളായ സെർബിയൻ ഹസ്കി അതേപോലെ തന്നെ സെന്റ് ബെർണാഡ് പോലെയുള്ള നായ വിഭാഗങ്ങൾക്ക് ഏത് ആക്രമണങ്ങളിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനും സ്വയം രക്ഷപ്പെടാനുമുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്. അതേപോലെ തന്നെ ഇൻ്റലിജൻറ്റുമാണ് നായകൾ. ബോർഡർ കൂലീസ്, ഡൂഡിൽസ് എന്നീ ബ്രീഡുകളാണ് ഇതിൽ മുൻപന്തിയിൽ. മനുഷ്യൻ്റെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകളിൽ നിന്നും ഒരു സപ്പോർട്ടായി നിൽക്കാനും നായകൾക്കാവും. സ്വന്തം ജീവൻ പോലും നോക്കാതെ യജമാനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്നവരാണ് നായകൾ. നായകളുടെ മൂക്കിലെ പ്രിൻ്റുകൾ മനുഷ്യരുടെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെയാണ്. ഓരോ നായകൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഡോഗ്സിന് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ സ്വപ്നം കാണാനുള്ള കഴിവുമുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു കമ്പാനിയനായിട്ട് നായകൾ ഇങ്ങനെ തുടർന്നു വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മറ്റുള്ള വീഡിയോസും കൂടെ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ. ഞാൻ പോകുന്നു. ബൈ ബൈ.